ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എസ്പ്രസ്സോയെ പറ്റിയുള്ളതാണ്. എസ്പ്രസ്സോനെ പറ്റി മുമ്പ് ഞാൻ ഈ ചാനലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ എസ്പ്രസ്സോയിൽ മാറ്റങ്ങൾ വല്ലതും പുതുതായിട്ട് മാരുതി സുസുക്കി ആഡ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് പരിചയപ്പെടാം. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ പറയാൻ. കാര്യം ഇപ്പോഴും എസ്പ്രസ്സോ 2 എയർ ബാഗിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ് എസ്പ്രസ്സോയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 150 mm ആണ്. എസ്പ്രസ്സോ കാഴ്ചയിൽ ചെറുതാണെങ്കിലും വണ്ടി അകത്തിരിക്കുമ്പോൾ വണ്ടി വലിയൊരു വണ്ടി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ വാഹനത്തിന് ഹൈറ്റ് ഉള്ളതിനാൽ പ്രായമുള്ളവർക്ക് ഇറങ്ങുവാനും കയറുവാനും അനായാസമാണ്. നമ്മൾ മുന്നിൽ കാണുന്ന ഈ വാഹനം എസ്പ്രസ്സോയുടെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഫ്രണ്ടിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററിൻ്റെ ലാമ്പും കൊടുത്തിട്ടുള്ളത്, മിററിലല്ല. എസ്പ്രസ്സോ ഒക്കെ ലോ ബഡ്ജറ്റ് വരുന്നൊരു കാറിൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ സേഫ്റ്റിയുടെ ഭാഗമായി ABS ബ്രേക്ക് സിസ്റ്റവും പിന്നെ ESP ലൈറ്റൊക്കെ സാധാ വരുന്ന പോലെ ഹാലജൻ ഹെഡ് ലാമ്പാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇൻഡിക്കേറ്റർ കാണാം. ആ താഴ്വശത്ത് കാണുന്ന 2 ഭാഗത്തിലാണ് DRL ഫിറ്റ് ചെയ്യുന്നത്. DRL ആണ്, അത് ഫോഗ് ലാമ്പല്ല. പലരും തെറ്റിദ്ധരിച്ച് ഫോഗ് ലാമ്പെന്ന് പറഞ്ഞ് DRL ചെയ്യുന്നുണ്ട്. ഇതാണ് ഫുൾ ഓപ്ഷൻ എസ്പ്രസ്സോയുടെ കീ. ഒരു കീയിൽ മാത്രം സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ചും വരും, മറ്റു കീ സാധാ നോർമൽ കീ പോലെയാണ്. ഡ്രൈവർ സൈഡിൻ്റെ ഫ്ലോറിൻ്റെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഡിക്കി ലിവറും പെട്രോൾ ലൈറ്റിൻ്റെ ലിവറും കൊടുത്തിട്ടുള്ളത്. ഡാഷ്ബോർഡിൻ്റെ സൈഡിലായിട്ടാണ് ട്രാക്ഷൻ കൺട്രോൾ, ഐഡിയൽ സ്റ്റോപ്പും. ഇത് മിറർ അഡ്ജസ്റ്റബിൾ ആണ്. നേരെ ഇതാണ് എസ്പ്രസ്സോൻ്റെ സ്റ്റിയറിങ്. അവിടെയായിട്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളും കാണാം. എസ്പ്രസ്സോയിൽ വരുന്ന ഇൻഫോർമെൻ്റ് സിസ്റ്റം 7-inch സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ടച്ച് സ്ക്രീൻ വിത്ത് ആൻഡ്രോയിഡ് ആട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ ആണ്. ക്ലസ്റ്റർ വരുന്നത് ഇൻഫോർമെൻ്റ് സിസ്റ്റത്തിൻ്റെ ടോപ്പിലായിട്ടാണ്. അതിന് താഴെയായിട്ട് തന്നെ പവർ വിൻഡോയുടെ കൺട്രോൾ സ്വിച്ചുകളും AC-യുടെ കൺട്രോൾസും USB കണക്റ്റിംഗ് സോക്കറ്റും മൊബൈൽ ചാർജറും തൊട്ടടുത്തായി കാണാം. നമ്മളുടെ മുന്നിൽ കാണുന്ന ഈ വാഹനം ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനമാണ്. ഈ ഐറ്റം എന്തിനാണെന്ന് നമുക്കറിയാം. ഇത് ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു നോബാണ്. ഫുൾ ഓപ്ഷൻ വാഹനമായാലും എസ്പ്രസ്സോയ്ക്ക് 2 സ്പീക്കറെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്, ബാക്ക് പവർ വിൻഡോസുകൾ നൽകുന്നില്ല. ഇത് ഫുൾ ഓപ്ഷൻ വാഹനമായിട്ടും എസ്പ്രസ്സോയിൽ ബാക്ക് പവർ വിൻഡോസുകൾ നൽകുന്നില്ല കമ്പനി. ഇനി നമുക്ക് എസ്പ്രസ്സോയുടെ ബൂട്ട് സ്പേസിനെ പരിചയപ്പെടാം. എസ്പ്രസ്സോയുടെ ബൂട്ട് സ്പേസ് വരുന്നത് 240 ലിറ്റേഴ്സ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയായതിന് ഇതിനൊരു പാർസൽ ട്രെയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 998 cc K10 C 3 സിലിണ്ടർ എഞ്ചിനാണ് എസ്പ്രസ്സോയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പവർ വരുന്നത് 66 to 68 bhp അറ്റ് 5500 to 5600 RPM വരെയും. ടോർക്ക് വരുന്നത് 89 to 91.1 Nm തൊട്ട് 3400 to 3500 RPM വരെയാണ് വരുന്നത്. എസ്പ്രസ്സോയുടെ ടയർ സൈസ് വരുന്നത് 165/70 R14 ഇഞ്ച് ടയേഴ്സാണ്. എസ്പ്രസ്സോയ്ക്ക് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 24 km/ലിറ്ററിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.